വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇർഷാദ് തുറക്ക് 17. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമിൻ തഅലീമിൽ ഉസ്താദി, ഉസ്താദിനെ വണ്ണമാക്കുന്നതിൽപ്പെട്ടതാണ് അല്ലാ യംശിയ അമാമഹു, ഉസ്താദിൻ്റെ മുമ്പിലൂടെ നടക്കാതിരിക്കൽ. നമ്മൾ ഉസ്താദിനെ മുമ്പ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഉസ്താദിൻ്റെ ബാക്കിലാണ് വിദ്യാർത്ഥി നടക്കേണ്ടത്. അതുപോലെ വല്ലാ യൽഹഖ ബി ഹളറത്തിഹി, ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഹലറത്തിൽ പൊട്ടിച്ചിരിക്കാതിരിക്കലും ഉസ്താദിനെ വണ്ണമാക്കുന്നതിൽപ്പെട്ടതാണ്. ഉസ്താദിൻ്റെ ഹലറത്ത് പോയി പൊട്ടിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ വല യജ്ലിസ മക്കാനഹു, ഉസ്താദ് ഇരുന്നെടുത്ത് അവൻ ഇരിക്കാതിരിക്കലും. ഉസ്താദിന് ചില ഉസ്താദന്മാർക്ക് പ്രത്യേകമായ ഒരു കസേര ഉണ്ടാവും, അവർ ഇരിക്കുന്നൊരു പോസ്റ്റ് ഉണ്ടാവും, അവിടെ പോയി വിദ്യാർത്ഥികൾ ഇരിക്കരുത്. അതുപോലെ യഖൂമുലി ഖുദൂമിഹി, ഉസ്താദ് മുന്നിട്ട് വരുമ്പോൾ എഴുന്നേൽക്കലും. ഉസ്താദ് ഇങ്ങനെ മുന്നിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ഉസ്താദ് വരുമ്പോൾ വിദ്യാർത്ഥികളും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കണം, ഉസ്താദിനെ ബഹുമാനിക്കണം. അതുപോലെ വല യബ്തദിഅൽ കലാമ ഇൻദഹു, ഉസ്താദിൻ്റെ അടുക്കൽ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ സംസാരം തുടങ്ങാതിരിക്കലും ഇല്ലാ ബിഇദ്നിഹി, ഉസ്താദിൻ്റെ സമ്മതം കൊണ്ടല്ലാതെ. ഒരു വിദ്യാർത്ഥി വന്നു, ആദ്യം പോയി വിദ്യാർത്ഥി ഉസ്താദിനോട് സംസാരിക്കരുത്. ഉസ്താദ് പറഞ്ഞോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. എങ്ങനെ? വല യബ്തദിഅൽ കലാമ ഇൻദഹു, ഉസ്താദിൻ്റെ അടുക്കൽ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഈ വിദ്യാർത്ഥി സംസാരം തുടങ്ങാതിരിക്കലും ഇല്ലാ ബിഇദ്നിഹി, ഉസ്താദിൻ്റെ സമ്മതം കൊണ്ടല്ലാതെ. അതുപോലെ വല യുക്സിറൽ കലാമ ഇൻദഹു, ഉസ്താദിൻ്റെ അടുക്കൽ സംസാരത്തെ അധികരിപ്പിക്കാതിരിക്കലും. ചില വിദ്യാർത്ഥികൾ നല്ലോണം സംസാരിക്കും, സ്വന്തം കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ ഉസ്താദിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ഒരു മയത്തോടു കൂടെ, നല്ല ബഹുമാനത്തോടു കൂടെ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ സംസാരിക്കണം. സംസാരം ദീർഘിപ്പിക്കരുത്, അധികരിപ്പിക്കരുത്. ഫൈദ വജദഹു നായിമൻ, ഉസ്താദിനെ ഉറങ്ങുന്നവനായിട്ട് ഇവൻ എത്തിച്ചാൽ, ഇവനൊരു മസല ചോദിച്ചാൽ പോയേക്കാനും അല്ലെങ്കിൽ കിതാബിൽ സംശയം ചോദിക്കാൻ പോയതായിരിക്കും. ഉസ്താദ് ക്ഷീണം കൊണ്ടൊന്ന് ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ പിന്നെ ലാ യസ്തഇദിനു അലൈഹി, ഉസ്താദിൻ്റെ മേൽ ഇവൻ അനുവാദം ചോദിക്കരുത്. ബൽ എങ്കിലും യസ്ബിറു, അവൻ ക്ഷമിച്ച് നിൽക്കണം. അവൻ വാതിലിൻ്റെ അവിടെ എന്ത് ചെയ്യണം? ക്ഷമിച്ച് നിൽക്കണം. ഹത്താ യസ്തയഖള, ഉസ്താദ് ഉണരുന്നത് വരെ. ഉസ്താദ് എപ്പോഴും ഉണരണേ, അതുവരെ എന്ത് ചെയ്യണം? ക്ഷമിച്ച് നിൽക്കണം. അല്ല ഉസ്താദ് എണീക്ക് ചില സംശയം എന്ന് പറഞ്ഞേരി, അങ്ങനെ ചെയ്യേണ്ടേ അല്ല. ബൽ എങ്കിലും യസ്ബിറു, അവൻ ക്ഷമിച്ച് നിൽക്കണം. ഹത്താ യസ്തയഖള, ഉസ്താദ് ഉണരുന്നത് വരെ. വസ്സബ്റു, ക്ഷമിച്ച് നിൽക്കലാണ് ഖൈറു മിനൽ ഇൻസുറാഫി, തിരിച്ചു പോരുന്നതിനേക്കാൾ ഉത്തമം, നല്ലത് ക്ഷമിച്ച് നിൽക്കലാണ്. ചില ആൾക്കാർ തിരിച്ചു പോകും, അതല്ല, അവിടെ ക്ഷമിച്ച് നിൽക്കുക. ഉസ്താദ് എപ്പോഴും ഉണരണേ, അതുവരെ ക്ഷമിച്ച് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമുണ്ടാവും. ഖീല ശിഅറുൻ ഖബിൽ യദൽ ഉസ്താദി വൽ മുആനക ഫി ഇഖ്തിലാഫുൽ ഖൗമി കും ലിദി മിഖാ ഇൻദൽ മജീഇ വദ്ദഹാബി വഖ്തുമാ വദ്ഉ ലഹു സിർറൻ വജഹറൻ അളിമാ. ഖബിൽ യദൽ ഉസ്താദ്, ഉസ്താദിൻ്റെ കയ്യിനെ ചുംബിച്ചോ, ഉസ്താദിൻ്റെ കരങ്ങളെ ചുംബിച്ചോ. വൽ മുആനകത്തു, ആലിംഗനമാക്കുന്നത് ഫി ഹാദിറുണ്ട് ഇഖ്തിലാഫിൽ ഖൗം, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർക്കൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉസ്താദിനെ കൂട്ടിപ്പിടിക്കാൻ പറ്റൂല, അതിലെന്തുണ്ട്? ഇഖ്തിലാഫുണ്ട്. കും, എഴുന്നേറ്റ് നിന്നോ. ലിദി മിഖ, സ്നേഹമുടിയവർക്ക് വേണ്ടി നീ എഴുന്നേറ്റ് നിന്നോ. ഇൻദൽ മജീഇ വദ്ദഹാബി, പോകുന്ന സമയത്തും വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തോ? നല്ല സ്നേഹമുള്ള ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വരുമ്പോഴും പോകുമ്പോൾ, ചില ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വീട്ടിലേക്ക് ആര് വന്നാൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് കണ്ണ് മറിയുന്ന ദൂരം വരെ നമ്മളെന്ത് ചെയ്യുക? അവരൊക്കെ നോക്കി നിൽക്കുക, അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. അപ്പോൾ വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക? സ്നേഹമുടവർക്ക് വേണ്ടി നീ എഴുന്നേറ്റ് നിന്നോ. വഖ്തുമാ, തീർച്ചയായും നീ സേവനം ചെയ്തോ. വദ്ഉ, നീ ദുആ ചെയ്തോ. ലഹു, ഉസ്താദിന് വേണ്ടി. സിറൻ വജഹറൻ, സിറൻ രഹസ്യമായിട്ടും ദുആ ചെയ്തോ. വജഹറൻ പരസ്യമായിട്ടും ദുആ ചെയ്തോ. അളിമാ, നീ ഉസ്താദിനെ വണ്ണമാക്കിക്കോ. ഇൻഷാ അല്ലാഹ് നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.